ഓക്കെ. അപ്പോൾ നമ്മളുടെ സ്റ്റെപ്സ് നമ്മുടെ ഒന്നുകൂടി നമ്മുടെ ആ ഒരു പ്രോസസ്സ് ഒന്നുകൂടി പറയാണ്. നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നോൺ ടെക്നിക്കൽ ഏരിയാസ് ആണ്. രണ്ടാമത്തെ ടെക്നിക്കൽ ഏരിയാസ് നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്. നോൺ ടെക്നിക്കൽ ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് ജോബായിട്ടല്ല, നോർമലി ഏത് ജോബിന് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ നോൺ ടെക്നിക്കൽ ഏരിയാസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഒന്നാമത് പറഞ്ഞത് നമ്മൾ വേക്കൻസീസ് വായിക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ തന്നെയാണോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ജോബോ തന്നെയാണോ അതെന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. നമ്മളൊക്കെ ഒരുപാട് വേക്കൻസീസ് ലിസ്റ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വേക്കൻസി ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരുപാട് കാൻഡിഡേറ്റ്സിന്റെ അപ്ലിക്കേഷൻ നമുക്ക് വരാറുണ്ട്. അതിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോക്കുന്ന ജോബിലേക്കൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിലേക്കോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫാക്കൽറ്റിയുടെ പോസ്റ്റിലേക്കൊക്കെ നമ്മൾ ജോബിന് വേക്കൻസീസ് കിട്ടുന്ന സമയത്ത് നമുക്ക് വരുന്നത് ചിലപ്പം ഇതൊന്നും ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ബിടെക് ഒക്കെ കഴിഞ്ഞ ആൾക്കാർ, അതായത് ജോബോ അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷനോ വായിക്കാതെയാണ്. രണ്ടാമത് നമ്മുടെ ഡെസിഗ്നേഷൻസ് പറയുന്നതിൻ്റെ അകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ അക്കൗണ്ട്സ് മാനേജർ എന്നുള്ളത് എപ്പോഴും ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് മാനേജർ തന്നെ ആയിരിക്കണം എന്നില്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് മാനേജർ ആവാം, അല്ലെങ്കിൽ CRM ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്ലയന്റ് മാനേജർ ആവാം. ആ രീതിയിൽ പല രീതിയിൽ നമുക്ക് എന്തുണ്ടാവും, വേക്കൻസീസിന് ഡിഫറെൻ്റ് ആയിട്ട് വരാം. ഓക്കെ. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു നെക്സ്റ്റ് നമ്മുടെ ജോബ് ഡെസിഗ്നേഷൻ ക്ലിയർ ചെയ്തു, ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കി. മൂന്നാമത് നമ്മൾ പോകുന്നത് കമ്പനിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. കമ്പനിയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയെ കുറിച്ച് ഏകദേശം നമുക്ക് ഐഡിയ കിട്ടും. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നത് ഒരു സൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്, glassdoor.com എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അതിൻ്റെ അകത്തുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസ് അവിടെയുള്ള വർക്ക് സ്റ്റാറ്റസിനെ കുറിച്ചിട്ടും അവിടെ കിട്ടുന്ന നോർമലി കിട്ടാവുന്ന സാലറിനെ കുറിച്ചൊക്കെ അതിൻ്റെ അകത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഫോർ എക്സാമ്പിൾ ഒരു നല്ലൊരു കമ്പനിയിൽ നമ്മൾ ഒരു ABCD എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയെ കുറിച്ച് നമ്മൾ ഗ്ലാസ്ഡോർ എന്ന് പറഞ്ഞ കമ്പനി സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് സാലറി റേഞ്ച് കിട്ടും. അവിടെ ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് മാനേജർ അല്ലെങ്കിൽ ഫിനാൻസ് ഹെഡിന് എത്രയാണ് സാലറി കിട്ടുന്നത്. നമുക്ക് ഇന്റർവ്യൂവിൽ നോർമലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്, നിങ്ങളുടെ എക്സ്പെക്ടഡ് സാലറി എത്രയാണ്. അത് പറയാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിന് പൊതുവെ മടിയുണ്ട്. കാരണം ഞാൻ പറയുന്നത് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്, കൂടിപ്പോയാലും പ്രശ്നമാണ്. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഈ പറയുന്ന ഓപ്ഷനിലേക്ക് യൂസ് ചെയ്യാം. അവിടെ ഞാനിപ്പോൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും എൻ്റെ സാലറി എത്രയാണെന്നൊക്കെയുള്ള രീതിയിൽ എംപ്ലോയീസ് ഓൾറെഡി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ ഒരു ജോബിന്റെ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു വേക്കൻസി പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നോൺ ടെക്നിക്കൽ ഏരിയാസ് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് പോവാണ്. നമ്മുടെ 80% ഓഫ് ഇന്റർവ്യൂസും നമ്മൾ പാസ്സാവോ ഇല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ കാൻഡിഡേറ്റ്സ് നമ്മൾ ഇന്റർവ്യൂ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നെയാണ്. അതിന്റെ റീസൺസ് ഞാൻ പറഞ്ഞു. നമുക്ക് കമ്പനിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവണം, നമ്മൾ ചെയ്യാൻ പോകുന്ന ജോബിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവണം. ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. അപ്പോൾ നോർമലി കമ്പനീസ് ഓരോ ഇന്റർവ്യൂസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ടാവണം. നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് വരുന്ന വേക്കൻസീസിലേക്ക് വരുന്ന അപ്ലിക്കേഷൻ ആയാലും, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ കാൻഡിഡേറ്റ് വന്നിട്ട് പ്രസന്റ് ചെയ്യുന്ന സമയത്തായാലും ഒക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം, അവർ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമ്മളത് പ്രിപ്പറേഷൻ അല്ല എന്ന് പറയുന്നത് അവർ പഠിച്ചതോ അല്ലെങ്കിൽ അവർക്ക് സ്കില്ലില്ല എന്നല്ല. നമുക്കൊരു ജോബ് കിട്ടണമെങ്കിൽ ഞാൻ 5-6 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം ഞാനൊരു സ്കില്ല് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണ്. ഞാനൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ചിലപ്പോൾ 4 വർഷം അല്ലെങ്കിൽ 5 വർഷം, പ്ലസ് ടുവിന് 2 വർഷം പഠിക്കുന്നുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, PGക്ക് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരുപാട് വർഷം പഠിച്ച, എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ CA അല്ലെങ്കിൽ CMA ഒക്കെ പഠിച്ചിട്ട് എനിക്ക് അക്കൗണ്ട്സിൽ ഞാൻ മാസ്റ്ററാണ്. ആ പെർട്ടിക്കുലർ സ്കില്ലിൽ ഞാൻ മാസ്റ്റർ ആണ് എന്നുള്ളത് എൻ്റെ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ഞാൻ ബോധിപ്പിക്കണം. അതിന് എനിക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് മാക്സിമം ഒരു 10 to 15 മിനിറ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നമ്മൾ പോയി അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്യാണ് ഇയാൾ അതിന് ആപ്റ്റ് അല്ല, ഇല്ലെങ്കിൽ നമ്മൾ ആ ഇന്റർവ്യൂവിന്റെ ആ മാക്സിമം ഒരു 5 മിനിറ്റ്സിന്റെ ഇനീഷ്യലി ഉള്ള 5 മിനിറ്റ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, മെന്റലി അല്ലെങ്കിൽ നമ്മളെ പ്രസന്റേഷൻ പാളി പോവുകയാണെങ്കിൽ നമുക്ക് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ജോബ് കിട്ടാനുള്ള ഇല്ലെങ്കിൽ ഇന്റർവ്യൂ പാസ്സാകാനുള്ള ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റേഷൻ സ്കില്ല് ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ. പ്രസന്റേഷൻ സ്കില്ല് ബെറ്റർ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കണം.
പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു മെത്തേഡ്, ഞാൻ അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ടാവും, അത് എനിക്ക് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സ്കില്ല് നന്നായിട്ട് മാസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ നമുക്ക് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് സ്കില്ലും നോളജും കാര്യങ്ങളൊക്കെ. അക്കൗണ്ട്സ് നമ്മുടെ ഇന്റർവ്യൂ പാസ്സാവാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്റർവ്യൂവിനും കൂടി പ്രിപ്പയർ ആവണം. ഓക്കെ. അപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ചില ആൾക്കാർ എക്സാമിന്റെ സമയത്ത് പറയുന്നത്, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ എനിക്ക് നന്നായിട്ട് നോളജ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പം ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷന്റെ ഇനീഷ്യൽ സ്റ്റേജസ്, 1, 2, 3 പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ ഇത്ര സമയം ഡിസ്കസ് ചെയ്തത്. നമ്മൾ വാക്കൻസിയുടെ പോസ്റ്റർ വായിക്കുന്ന സമയത്ത് മുതൽ നമ്മൾ ആ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങണം. ഓക്കെ. അപ്പം പ്രിപ്പറേഷൻ എന്നുള്ളത് ടെക്നിക്കൽ സ്കില്ലിൽ മാത്രമല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റേഷൻ സ്കില്ലിലാണ് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. നമുക്ക് ഇന്റർവ്യൂവിനേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു സിനാരിയോ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്തു, നമ്മളോട് ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പം ഈ രീതിയിൽ നമ്മൾ നമ്മളൊരു ചില ആൾക്കാരുണ്ട്, ഒരു 10-15 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം അവർ കോൺഫിഡന്റ് ആവും, കാരണം അവർക്ക് അത് പ്രാക്ടീസ് കിട്ടി, അവർ ഒന്ന് സ്റ്റഡി ആയി വരികയാണ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഈ മോക്ക് ഇന്റർവ്യൂസ് നമുക്ക് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ മോക്ക് ഇന്റർവ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകളിലും മോക്ക് ഇന്റർവ്യൂസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം നമുക്ക് ഓൺലൈൻ ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സിനോട്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സീനിയേഴ്സിനോട് നമ്മളൊന്ന് ഇന്റർവ്യൂ ചെയ്ത് നോക്കാൻ പറയാം. അപ്പം അവിടെയൊക്കെ നമുക്ക് ആ പ്രസന്റേഷൻ സ്കില്ല് എനേബിൾ ചെയ്യാം. നമുക്ക് ആ ഒരു ഇന്റർവ്യൂവറെ മുന്നിൽ പോയി ഇരിക്കുന്ന സമയത്തുള്ള നെർവസ്നെസ് റിമൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമുക്ക് ആ ഒരു പ്രസന്റേഷൻ എന്നുള്ളത് നമുക്ക് നന്നാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. നമ്മൾ ജോബ് വായിച്ചു, ജോബിനെ കുറിച്ച് ഒരു ചെറിയ റിസർച്ച് ചെയ്തു, കമ്പനിയെ കുറിച്ച് റിസർച്ച് ചെയ്തു. അപ്പം ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ട്രേഡിംഗ് കമ്പനിയുടെ എത്രത്തോളം എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഓക്കെ. അപ്പം എത്രത്തോളം എനിക്ക് ട്രേഡിംഗ് കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് അത് ബെനിഫിറ്റ് അല്ല. അപ്പം നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ഞാൻ ജോബിന് പോകുന്നതെങ്കിൽ, അതും ഈ പറയുന്ന പോലെ നമ്മളിപ്പം റിസർച്ച് ചെയ്യുന്ന സമയത്ത്, കമ്പനിയെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് പൊതുവെ ആൾക്കാർക്ക് പറ്റുന്നതാണ്, സിമിലർ നെയിമിലുള്ള പല കമ്പനീസും ഉണ്ടാവാം. ഓക്കെ. ഒരു ABC എന്ന് പറയുന്ന ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ABC എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന കമ്പനി ഏതാണെന്നുള്ളതും ക്ലാരിഫൈ ചെയ്യണം. കാരണം നമ്മൾ ഇന്നതാണ് നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞു, നമുക്കും ഒരുപാട് തവണ എക്സ്പീരിയൻസിലാണ് നമ്മളെ കമ്പനിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ കാൻഡിഡേറ്റ്സിനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ ഒരു ആൻസർ പറയും, അത് ആക്ച്വലി നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലുള്ള ഒരു കമ്പനിയെ കുറിച്ചായിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസർച്ചും പ്രോപ്പർ ആവാൻ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പം നമ്മുടെ അപ്ലൈ ചെയ്യുന്ന റെസിഗ്നേഷൻ എന്താണെന്നുള്ളത് നോക്കുക. രണ്ടാമത്തത്, അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് വായിക്കാൻ മനസ്സിലാക്കുക. അത് എത്രത്തോളം ഇപ്പം ആൾക്കാർ വളരെ വൃത്തിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ ChatGPT ന്നോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നോ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഏതായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം, ആ ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തത്, നമ്മൾ ആ കമ്പനിയെ കുറിച്ചിട്ടും ആ കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും നമ്മുടെ ജോബിനെ കുറിച്ചിട്ടും നമുക്കൊരു ഐഡിയ ഉണ്ടാവണം.